ഹായ് നമസ്കാരം. സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. വീണ്ടും എൽ ടുവിന്റെ ഒരു അപ്ഡേഷനും വരുന്നില്ല. ആരാധകർ വലിയ നിരാശയിലാണ്. അത്തരത്തിലുള്ള ഒരുപാട് വാർത്തകൾ ഇപ്പം സമൂഹ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്നുണ്ട്. ചില സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകൾ എന്ന് പറഞ്ഞാൽ അതിവേഗം ടിക്കറ്റുകൾ വിറ്റ് പോകുന്നു എന്നൊക്കെ ഉള്ള വാർത്ത വരുന്നു. ശരിക്കും അതൊക്കെ ഗോസിപ്പ് വാർത്തകൾ. കാരണം ഒരു തിയേറ്ററോ ഇതുവരെ കൺഫേം ആയിട്ടില്ല. അതോടൊപ്പം തന്നെ ബുക്ക് മൈ ഷോയിലൊന്നും ഇത് വന്നിട്ടില്ല. അപ്പൊ അങ്ങനെയുള്ള ചില ഫേക്ക് ന്യൂസുകൾ വരുന്നുണ്ട്. തമിഴിലെ തന്നെ ഏറ്റവും വലിയ സിനിമ പ്രൊഡക്ഷൻ കമ്പനിയാണ് ലൈക്ക. മലയാളത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ എമ്പുരാന്റെ ഭാഗമായി വരുമ്പോഴത്തേക്ക് ആരാധകർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ട്. ഈ സിനിമ ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് കൊണ്ടെത്തിക്കും. ഇത്തരത്തിലുള്ള പ്രൊമോഷൻ കാര്യങ്ങളും പ്രൊമോഷൻ പരിപാടികളൊക്കെ സിനിമയുടെ ഒരു അപ്ഡേഷൻ ഉള്ള സമയത്ത് വന്നിട്ടുണ്ട്. ഏതാണ്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള അപ്ഡേഷൻ തന്നെയായിരുന്നു. ഇതിന്റെ ഒരു ഒഫീഷ്യൽ ടീസർ ഇറങ്ങിയ സമയത്ത് വലിയ ഹൈപ്പ് ഈ സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതിനുശേഷം വന്നിട്ടുള്ള ക്യാരക്ടർ പോസ്റ്റുകൾ, ആ ക്യാരക്ടറിന്റെ അവരുടെ ആ സിനിമയിൽ ചെയ്യുന്ന കഥാപാത്രങ്ങളെ കുറിച്ചിട്ടുള്ള വാർത്തകളൊക്കെ വന്നു. എന്നാൽ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ അവസാനമായിട്ട് തിയേറ്ററിൽ എത്തിയിട്ടുള്ള സിനിമയാണ് അജിത്ത് നായകനായിട്ടുള്ള വിടാമുയർച്ചി ബോക്സ് ഓഫീസിൽ മൂക്കും കുത്തി വീണെന്ന് മാത്രമല്ല ഒരാഴ്ച കൊണ്ട് സിനിമ വാഷൗട്ടായി പോവുകയും ചെയ്തു. അതിനുശേഷം അതിനു മുമ്പ് വന്നിട്ടുള്ള ദർബാർ ആണെങ്കിലും അങ്ങനെ ലൈക്ക എടുത്തിട്ടുള്ള 4-5 സിനിമകൾ ബോക്സ് ഓഫീസിൽ അടുപ്പിച്ച് പരാജയപ്പെട്ടു. ഈ വിടാമുയർച്ചി എന്ന സിനിമ പൊങ്കൽ റിലീസാണ് അവർ ആദ്യം തീരുമാനിച്ചത്. പക്ഷെ പെട്ടെന്ന് പൊങ്കൽ റിലീസ് മാറ്റി വെക്കുകയും പിന്നീട് പെട്ടെന്നാണ് ആ സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ചെയ്തത്. ഇപ്പൊ 27-ാം തീയതി, ഈ മാർച്ച് 27-ാം തീയതി മോഹൻലാലിന്റെ L2 തിയേറ്ററിൽ എത്തുമെന്നാണ് നേരത്തെ നമ്മളെല്ലാവരും പ്രതീക്ഷയോടെ ഇരുന്നത്. അതിനൊപ്പം തന്നെ സിനിമയുടെ വലിയ പ്രൊമോഷനൊക്കെ വരും എന്നൊക്കെ നമ്മൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഒരു പ്രൊമോഷനും വരുന്നില്ല എന്ന് മാത്രമല്ല, ഇനി റിലീസിന് കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോഴും സിനിമയെ കുറിച്ചിട്ടുള്ള ഒരു അപ്ഡേഷനും ഇല്ല. സിനിമയുടെ സംവിധാനമായിട്ടുള്ള പൃഥ്വിരാജ് രാജമൗലിയുടെ ഏറ്റവും പുതിയ സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ലൈക്ക പ്രൊഡക്ഷൻസും നമ്മുടെ ആശീർവാദും ചേർന്നാണ് സിനിമ എടുക്കുന്നത്. എന്നാൽ ഇപ്പോൾ വരുന്ന സമൂഹ മാധ്യമങ്ങളിൽ വരുന്ന വാർത്ത ഈ മാർച്ച് 27-ന് സിനിമ റിലീസ് ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അത് പലതരത്തിലുള്ള ഗോസിപ്പുകൾ ഉണ്ട്. എന്നാൽ ഇത് ഒഫീഷ്യൽ ഡേറ്റ് ഓൾറെഡി ഇത് പ്രഖ്യാപിച്ചിരിക്കുകയാണ്, മാർച്ച് 27. ഇതിനു മുമ്പ് റിലീസ് ഡേറ്റും ഡിസംബറിനൊക്കെ വരുമെന്നൊക്കെ പറഞ്ഞിരുന്നു. അതൊക്കെ മാറിപ്പോയി. അപ്പോൾ ലൈക്ക പ്രൊഡക്ഷൻസിന്റെ സിനിമകൾ പരാജയപ്പെട്ടതുകൊണ്ട് ഈ സിനിമയുടെ റിലീസും അത് മാറ്റിവെക്കുന്നു എന്ന തരത്തിലുള്ള വാർത്തകളാണ് ഇപ്പോൾ വരുന്നത്. പക്ഷെ അത് എത്രത്തോളം ശരിയായിട്ടുള്ളൊരു വാർത്തയാണെന്നതിനെ കുറിച്ച് അറിയില്ല. എന്നാൽ പല ദൃശ്യമാധ്യമങ്ങളിലും ഒക്കെ ഇപ്പൊ ഇതിനെ കുറിച്ചിട്ടാണ് ഇപ്പം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം സിനിമയുടെ ഒരു ഒഫീഷ്യൽ ട്രെയിലറിനെ കുറിച്ചിട്ട് ഒരു അപ്ഡേഷൻ വരുന്നില്ല. ട്രെയിലർ വരും എന്ന് പറയുന്നുണ്ട്. ട്രെയിലർ ഏതാണ്ട് 3 മിനിറ്റും 59 സെക്കൻഡും ഉള്ള ഒരു ട്രെയിലറാണ് ഇനി ഇറങ്ങാൻ പോകുന്നതെന്നുള്ള വാർത്തകൾ വന്നു. പക്ഷെ അത് എപ്പോൾ വരും അല്ലെങ്കിൽ എപ്പോഴാണ് എന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു തരത്തിലുള്ള അപ്ഡേഷനും ഇപ്പൊ L2 സിനിമയുമായി ബന്ധപ്പെട്ട് വരാത്തത് കൊണ്ട് തന്നെ ആരാധകർക്കിടയിൽ വലിയൊരു നിരാശയാണ്. എവിടെയെങ്കിലും സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആരാധകരെ നിരാശപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ് ഇപ്പം സമൂഹ മാധ്യമങ്ങളിലെ ഏറ്റവും വലിയ ചർച്ച. കാരണം മലയാള സിനിമയിലെ ഒരു ബ്രഹ്മാണ്ഡ ചിത്രമായിട്ടാണ് L2 തിയേറ്ററിലേക്ക് എത്താനായിട്ട് പോകുന്നത്. ലാലേട്ടൻ മെയിൻ റോളിൽ എത്തുന്ന ഈ ഒരു സിനിമ ഒരുപാട് പുതിയ താരങ്ങൾ ഈ സിനിമയിൽ എത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ വലിയൊരു ക്യാൻവാസിൽ ഒരുങ്ങുന്ന ഒരു സിനിമ, പാൻ ഇന്ത്യൻ ലെവലിലേക്ക് ഈ സിനിമയെ കൊണ്ടെത്തിക്കാനായിട്ടുള്ള കഴിവുള്ള ഒരു കമ്പനിയാണ് ലൈക്ക പ്രൊഡക്ഷൻസ് എന്നുള്ളത്. ഒരു മലയാള സിനിമ അത് ഒരു പാൻ ഇന്ത്യൻ ലെവലിലേക്ക് എത്തുമ്പോൾ ഇപ്പൊ തമിഴിലൊക്കെ ഒരു പക്ഷേ ചിലപ്പം ഓക്കെ ആയിരിക്കാം. പക്ഷെ അത് തെലുങ്കിലോ അല്ലെങ്കിൽ കന്നഡയിലോ അല്ലെങ്കിൽ മറ്റ് ഹിന്ദി ഭാഷകളിലേക്കൊക്കെ വരുമ്പോഴത്തേക്ക് അത് എത്രത്തോളം സക്സസ് ആകും, അല്ലെങ്കിൽ ഈ കമ്പനികൾ അവരുടെ പ്രൊമോഷൻ പോലെ ഇരിക്കും ആ സിനിമയുടെ ഒരു വിജയം എന്നുള്ളത്. എന്തായാലും ഇനി ഏതാണ്ട് ഒരു 2 ആഴ്ച അങ്ങാണ്ടുള്ള സിനിമ തിയേറ്ററിലേക്ക് എത്താൻ. അപ്പൊ ആ സമയത്ത് സിനിമയുടെ പ്രൊമോഷൻ പരിപാടികൾ മന്ദഗതിയിലായി. ലൈക്ക പ്രൊഡക്ഷൻസും ആശീർവാദും എന്തുകൊണ്ടാണ് സിനിമയെ പ്രൊമോഷൻ ചെയ്യാത്തത് എന്നൊക്കെ ഉള്ള പല തരത്തിലുള്ള ചോദ്യങ്ങളാണ് ആരാധകരുടെ ഇടയിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും മാർച്ച് 27-ന് തന്നെ സിനിമ എത്തും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി എന്തെങ്കിലും മാറ്റമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഈ വരുന്ന വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. തീർച്ചയായിട്ടും എല്ലാവരും കാത്തിരിക്കുന്ന L2 അത് ഒരു ബ്രഹ്മാണ്ഡ ചിത്രമാണ്. അത് വലിയൊരു സിനിമ തന്നെയാണ്. ഇത്രയും പണം മുടക്കിയെടുക്കുന്ന ഒരു സിനിമയാണ്. ലൈക്ക പോലുള്ള വലിയ പ്രൊഡക്ഷൻ കമ്പനി ജോയിൻ ചെയ്തിരിക്കുന്ന, മലയാളത്തിൽ ആദ്യമായിട്ട് പ്രൊഡക്ഷൻ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു സിനിമ കൂടിയാണ് ലാലേട്ടൻ്റെ L2. തീർച്ചയായിട്ടും
ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയൊരു അഭിപ്രായം കമന്റിൽ അറിയിക്കുക. L2 27-ാം തീയതി റിലീസിന് ഉണ്ടാകുമോ അതോ മാറ്റിവെക്കുമോ? അതോടൊപ്പം തന്നെ നടൻ വിക്രത്തിന്റെ ഏറ്റവും പുതിയ സിനിമ ഒരു ക്ലാഷ് റിലീസായിട്ട് എത്തും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ തമിഴില് വിക്രത്തിന്റെ ഈ ഒരു സിനിമ റിലീസ് ചെയ്യുമ്പോൾ പ്രതീക്ഷ പോലുള്ള ഒരു സെന്റർ ഒരു പക്ഷേ ചിലപ്പോൾ തമിഴ്നാട്ടിൽ കിട്ടാത്തത് കൊണ്ടാണോ ലൈക്ക ഈ സിനിമ മാറ്റാൻ, അല്ലെങ്കിൽ ഈ സിനിമയുടെ റിലീസിംഗ് ഡേറ്റ് ഇപ്പോൾ മാറ്റുന്നു എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ വരുന്നോ എന്നും കൂടെ നമ്മളൊന്ന് അറിയേണ്ടതുണ്ട്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.